അച്ഛനമ്മ പോയത്. ഇതുവരെ അവിടെ ഒന്ന് ഇറ്റാച്ചിയോ ആരും വന്നിട്ട് നോക്കിയിട്ടില്ല. കാണുന്നത് ആ പൊളിഞ്ഞ വീടിന്റെ താഴെ. ആ പൊളിഞ്ഞ വീടിന്റെ താഴെ അവിടെ ആയിരുന്നോ താങ്കളുടെ വീട്? അവിടെ ആ പൊളിഞ്ഞ വീടാണ് വീട്. അതിന് താഴേക്കാണ് പോയത്. അച്ഛനും അവിടെ വീട്ടില് തെരച്ചിൽ നടത്തിയിരുന്നോ? ഇതുവരെ ഇറ്റാച്ചി എത്തിയിട്ടില്ല. അതാണ് വലിയ മരങ്ങൾ വീണടക്കാണ്. ഇവിടെ വരുന്ന ഇറ്റാച്ചികൾ മുഴുവൻ മേലേക്കാണ് പോകുന്നത്. ഇവിടേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഇറ്റാച്ചി എത്രയും പെട്ടെന്ന് എത്തിക്കണം. കാരണം അവിടെ 2 മൃതദേഹം അവിടെ കിടക്കുന്നുണ്ട്. വീടിന്റെ അടിയിൽ കിടക്കുന്നുണ്ട് ഇപ്പോഴും. അവിടെ ഈ നിങ്ങളുടെ വീട് മാത്രമാണോ ഇതുപോലെ അപകടത്തിൽപ്പെട്ടത്, അതോ കൂടുതൽ വീടുകളുണ്ടോ? കൂടുതൽ വീടുകളുണ്ട്. അധികം പേര് നഷ്ടപ്പെട്ടു പോയി. അച്ഛനമ്മയാണ് കിട്ടാനുള്ളത്. അച്ഛനെ അമ്മേനും കിട്ടാനുണ്ട്. ഇവിടെ ഈ തെരച്ചിൽ നടത്തുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചില്ലേ? അവരെന്താണ് ഇറ്റാച്ചി വന്നാൽ വിട ഒക്കെ എൻഗേജ് ആണെന്ന് പറയുന്നത്. മിനിയാന്ന് മുതൽ ഇയാള് നടക്കുന്നുണ്ട്. പിന്നെ അച്ഛനും അമ്മയും അവിടെ കുടുങ്ങി കിടക്കുന്നുണ്ടെന്ന്. അത് ഇതുവരെ ഒരു തീരുമാനം ആയിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഫയർഫോഴ്സിനെ സംസാരിച്ചിട്ടുണ്ട്. അവർ ഇറ്റാച്ചിനെ ഏർപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ വണ്ടികളില്ല. ഇറ്റാച്ചികൾ കംപ്ലീറ്റ് ഉള്ളത് മേലേക്കാണ്, മേലെ ഭാഗത്താക്കാണ്. ഇവിടേക്ക് ഇപ്പോൾ ഒരു വണ്ടിയില്ല, തരാനുള്ള ഒരു വണ്ടിയില്ല. അപ്പൊ അതിന് എന്തെങ്കിലും അറേഞ്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യണം എന്നാണ്. തീർച്ചയായും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യം ഞങ്ങളും പരിശ്രമിക്കാം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും താങ്കളുടെ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുകയാണ്. രക്ഷാപ്രവർത്തനം ഊർജിതമായി നടക്കട്ടെ എന്നും വിചാരിക്കുകയാണ്. പ്രതീക്ഷ, ഇപ്പോ ഞാൻ സംസാരിച്ചത് ഒരു മകനോടാണ്. അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടിരിക്കുന്നു. അവരുടെ മൃതദേഹം ഇതിന് തൊട്ടു താഴെ, നമ്മൾ ഈ നിൽക്കുന്നതിന് തൊട്ടപ്പുറത്തുണ്ട്. ആ മരങ്ങൾ കൂടി കിടക്കുന്ന ആ ഭാഗത്തുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ വലിയ മരങ്ങൾ കിടക്കുന്നത് കാരണം അവിടെ തെരച്ചിൽ നടത്താൻ ഇതുവരെയും പറ്റിയിട്ടില്ല. ഹിറ്റാച്ചി പോലെയുള്ള യന്ത്രങ്ങളെല്ലാം മുണ്ടക്കൈയിലേക്ക് പോയി അവിടെ തെരച്ചിൽ നടത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇത്രയും ദിവസമായി എൻ്റെ അച്ഛനും അമ്മയും അവിടെ കിടക്കുന്നു എന്നാണ് ഒരു മകൻ നമ്മളോട് ഹൃദയം പൊട്ടി പറയുന്നത്. ഇതൊക്കെയാണ് ഇവിടെ നിൽക്കുമ്പോഴുള്ള അവസ്ഥ, അല്ലെങ്കിൽ ഇതൊക്കെയാണ് ഇവിടെ നിൽക്കുമ്പോഴുള്ള കാര്യങ്ങൾ. ഇതിനർത്ഥം ചൂരൽമലയിൽ ഇനിയും മൃതദേഹങ്ങൾ ലഭിക്കാനുണ്ട് എന്ന് തന്നെയാണ്. ചൂരൽമലയിലുള്ള പല ആളുകളും ഈ പരാതി, അതായത് മുണ്ടക്കൈയിൽ മാത്രമല്ല ഇവിടെ ഇനിയും തെരച്ചിൽ നടത്തണം എന്ന് പല ആളുകളും നമ്മളോട് സംസാരിച്ചിരുന്നു. ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് ഒരു മകനാണ്. അദ്ദേഹത്തിന്റെ അച്ഛനെയും അമ്മയും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. എൻ്റെ വീട് ചൂണ്ടിക്കാണിച്ചു തന്നുകൊണ്ട് അതാണ് എൻ്റെ വീട്. ആ വീടിന് തൊട്ട് താഴെയായിട്ട് എൻ്റെ അച്ഛനും അമ്മയും ഉണ്ട്. പക്ഷെ അവരെ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്.